നമസ്കാരം. നമ്മൾ മാജിക് കുക്ക് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കൂർക്കയും തഴുതാമ കോഴിയും ഒരു വട്ടയിലും ചുട്ടതാണ്. ഈ തഴുതാമ എന്ന് പറയുന്നത് ഇതൊരു ചീരയാണോ എന്ന് വെച്ചാൽ ഇതൊരു ചെടിയാണ്. ഇതിനകത്ത് കുറേ പൂക്കളുണ്ടാവും. മഴക്കാലത്തൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്ന സാധനമാണ് ഇത്. എന്താ പറയുക, കറി വയ്ക്കും, തോരൻ വയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ തഴുതാമ ഇട്ടിട്ട് ഒരു ചിക്കനും പിന്നെ കൂർക്കയെല്ലാം കൂടി വെച്ചിട്ട് വട്ടയിലയിൽ പൊതിഞ്ഞിട്ട് ചുട്ടെടുക്കുകയാണ്. അത് ഈ തഴുതാമയുടെ ഗുണങ്ങൾ എന്താ വെച്ചാൽ മൂത്രക്കല്ല് നല്ലതാണെന്ന് പറയും, ഹാർട്ടിന് നല്ലതാണെന്നൊക്കെ പറയും, കുറേ ഗുണങ്ങളുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ ഐറ്റം ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റം കൂർക്കയും തഴുതാമ കോഴിയും വട്ടയിലയിൽ ചുട്ടത്. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് തഴുതാമ ഒന്ന് വാട്ടറിൽ ബ്ലാഞ്ച് എടുക്കുക, ജസ്റ്റ് ഒന്ന് ബോയിലിംഗ് വാട്ടറിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കുക. വല്ലാണ്ട് കിടന്ന് തിളയ്ക്കണം എന്നില്ല, ആ ഒന്ന് ചുങ്ങിയാൽ മതി. എന്നിട്ട് അത് സ്ട്രെയിൻ ചെയ്തെടുത്തത്. ഇത് കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ പച്ചയായിട്ടിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക്, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത് ഗാർലിക്ക്, വെളുത്തുള്ളി അരിഞ്ഞത്, ഇത് കൂർക്ക ജസ്റ്റ് അരിഞ്ഞിട്ട് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ചിക്കൻ ഒരു 3-4 പീസ്. ഞാൻ ഒരു പോർഷൻ ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ എപ്പോഴും പറയാം, ഞാൻ എപ്പോഴും ഇൻഗ്രീഡിയൻസും ക്വാണ്ടിറ്റി ഇടുന്നത് എപ്പോഴും ഒരു പോർഷനുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ തഴുതാമയും ഈ കൊറിയാണ്ടർ ലീവ്സും ഇന്ന് കുറച്ച് ചെറിയ ഉള്ളിയും ഒരു 2 പച്ചമുളകും കൂടി നമുക്ക് മിക്സിയിലൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ അത് പേസ്റ്റ് അടിച്ചു, നന്നായിട്ട് അത് പേസ്റ്റ് അടിച്ചിട്ടുണ്ട്. ഇതാണ്. ഇനി ഇതും ചിക്കനും കൂടി ഇട്ട് ഒന്ന് ബോയിൽ ചെയ്യുക. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്യാം. ബോയിൽ ചെയ്ത് അത് നന്നായിട്ട് എന്താ പറയുക, ഡ്രൈ ആവണം. ഡ്രൈ ആവുന്നവരെ വരട്ടി എടുക്കുന്നവരെ, ചിക്കനും കുക്കാണോ അതിൻ്റെ കൂടെ തന്നെ ഡ്രൈ ആയിട്ട് വരട്ടി വരണം. അപ്പോഴാണ് അത് കറക്റ്റ് ഇതിലാവുള്ളൂ. അല്ലാണ്ട് ഇത് ഗ്രേവി അല്ല, ഡ്രൈ ആയിട്ടാണ്. അപ്പോൾ ഇതിടുക. നമ്മളിനി ചിക്കൻ അതിനകത്തേക്ക് ഇട്ടു. ഇനി കുറച്ച് വെള്ളം ചേർക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് സോൾട്ട് ഇടാം. ഇതിൻ്റെ കറക്റ്റ് ക്വാണ്ടിറ്റി എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാം ഞാൻ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും 1 പോർഷൻ്റെയാണ് ഞാൻ ക്വാണ്ടിറ്റി ഇടുന്നുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. കുറച്ച് സോൾട്ട് ഇട്ടു. ഇനി ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കുക. ബോയിൽ ചെയ്യുന്നതിൻ്റെ കൂടെ ചിക്കനും കുക്കാവണം. അതുകൂടാണ്ട് ഇത് ഡ്രൈ ആയിട്ടും വരണം. ഈ മസാലയെല്ലാം അതിനകത്ത് നന്നായിട്ട് പിടിച്ചിട്ട് വരും. അപ്പോൾ ചിക്കൻ അത് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ബോയിലായിട്ട് ചിക്കൻ നന്നായിട്ട് വേവണം. അതിൻ്റെ കൂടെ അത് ഡ്രൈ ആയിട്ട് വരണം. ഓക്കെ. പിന്നെ ഒരു കാര്യം ആരും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക, അറിയാവുന്നവർക്കുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ, ഈ കൂർക്ക ഒന്ന് ജസ്റ്റ് വെറുതെ ഗാർലിക്കിൽ മാത്രം ഒന്ന് സോട്ട് ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് കോക്കനട്ട് ഓയിൽ, ശകലം ഗാർലിക്ക്, ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് കൂർക്ക ഇടുന്നു. ഞാൻ വേറെ ഒന്നും മഞ്ഞപ്പൊടി കാര്യങ്ങളൊന്നും ഇടുന്നില്ല. കൂർക്കയിൽ ഓൾറെഡി സോൾട്ട് ഉണ്ട്. ഒരു പൊടിക്ക് വേണമെങ്കിൽ ശകലം കൂടി ഇട്ടാൽ മതി. ജസ്റ്റ് ആ കോക്കനട്ട് ഓയിലിൻ്റെയും ഗാർലിക്കിൻ്റെയും ഫ്ലേവർ വേണം, അതിന് വേണ്ടിയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കുക്കായാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഞാനൊരു ബോളിലേക്ക് മാറ്റുവാണ്. ചിക്കൻ നന്നായിട്ട് കുക്കാവുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ബോൺലെസ് ചിക്കൻ ഇടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ വിത്ത് ബോണാണ് ഇട്ടേക്കുന്നത്. വിത്ത് ബോൺ കുറച്ചുകൂടി ടേസ്റ്റ് ആണെന്നുള്ള രീതിയിൽ ഞാൻ അതാണ് ഇട്ടേക്കുന്നത്. ഇനി അതേമാതിരി തഴുതാമ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഗുണങ്ങളില്ലെങ്കിലും ആ ഫ്ലേവറും കാര്യങ്ങളെല്ലാം കിട്ടാൻ പാലക്കാണെങ്കിൽ യൂസ് ചെയ്താൽ മതി. സെയിം ഇതേമാതിരി തന്നെ ഉണ്ടാവും ടേസ്റ്റ്. ഇനി കൂർക്ക കിട്ടിയില്ലേ, കപ്പയാണെങ്കിലും കപ്പ യൂസ് ചെയ്യാം. ഇനി നമുക്ക് അതിനകത്തൊരു ചെറിയ ചമ്മന്തി മാതിരി കൂടി വേണം. വേറെ ഒന്നുമില്ല, ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചതച്ചത്. അപ്പോൾ ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. ചെറിയ ഉള്ളി ചതയ്ക്കാം ആദ്യം, പിന്നെ പച്ചമുളക് ചതയ്ക്കാം.
ചെറിയുള്ളി ചതച്ചു. ഇനി അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം. പച്ചമുളകും ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മാറ്റി. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു ശകല ഉപ്പ്, ചിക്കൻ ഇതാ നമ്മൾ കുക്കായിട്ടുണ്ട്. ഇതൊന്നും കൂടി ഡ്രൈ ആക്കാൻ ഞാൻ കുറച്ച് മസാല വെച്ചിരുന്നു. കാരണം ആ കൂക്കേൻ്റെ കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി, അത് നന്നായിരിക്കും. അപ്പോൾ അടുത്തത് നമ്മൾ വട്ടയില എടുക്കുക. നമ്മൾ 2 വട്ടയില എടുക്കുന്നുണ്ട്. വട്ടയിലയിൽ ഇത് വെച്ചിട്ട് ആദ്യം ഈ കൂർക്ക ഞാൻ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. കൂർക്ക ഇടുക. കൂർക്കയിൽ വേറെ ഒന്നുമില്ല, കുറച്ച് ഗാർലിക്ക് വെളിച്ചെണ്ണയിൽ ഗോൾഡൻ കളർ ആക്കിയിട്ട് നമ്മൾ ഗാർലിക്ക് ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ വട്ടയില കിട്ടിയില്ലെങ്കിൽ വാഴയിലയാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ചമ്മന്തി പച്ചമുളകും ചെറിയുള്ളിയും വെളിച്ചെണ്ണയും കൂടി ചാലിച്ചിട്ടുള്ള നമ്മുടെ ഈ ചമ്മന്തി അതിൻ്റെ മുകളിലിട്ടു. അതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ, തഴുതാമ ചിക്കൻ അതിൻ്റെ മുകളിൽ വയ്ക്കുന്നു. ഇനി നമ്മളിത് പൊതിയാണ്. നമ്മൾ ഈ പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കുന്ന മാതിരി തന്നെ ഇത് പൊതിഞ്ഞെടുക്കുകയാണ്. ഇത് പിന്നെ ആദ്യമേ വാട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. വട്ടയിലയാണെങ്കിൽ വാഴയിലയാണെങ്കിൽ ഒന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ പൊതിയാം. അപ്പോൾ ഇനി നമ്മളിത് ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഇത് വെച്ചിനി ചുട്ടെടുക്കുക. ഇതിപ്പോൾ മറച്ചിട്ടിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ എല്ലാം അതിനകത്ത് പിടിച്ചോളൂ. അപ്പോൾ കൂർക്കയും ചമ്മന്തിയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇതായി വന്നോളും, ചൂടായി കിട്ടിക്കോളും. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് ഇനി പയ്യെ പ്ലേറ്റ് ചെയ്യാനുള്ള നോക്കാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. സംഭവം റെഡിയാണ്. അപ്പോൾ നമുക്കിത് പയ്യെ ഓപ്പൺ ചെയ്യാം. ചിക്കൻ ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവറും ചെറുപുളി ഇതെല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. ട്രൈ ചെയ്തോളാം, എന്തായാലും സൂപ്പർ ആയിട്ടാണ്.